നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പുതിയ തെരുവിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം കത്തിനശിച്ച SS ട്രേഡേഴ്സിനെ പുനരുജ്ജീവിപ്പിക്കാൻ സംഘടനാ അംഗങ്ങളിൽ നിന്നും ശേഖരിച്ച തുക കൈമാറി. പുതിയ തെരു വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ KV സുമേഷ് MLA തുക കൈമാറിയതായി ഭാരവാഹികൾ അറിയിച്ചു. പെയിന്റ് വ്യാപാരികളെ സംരക്ഷിക്കുവാൻ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും ഓൾ കേരള പെയിന്റ് ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഇന്നത്തെ ഈ മേഖലയെ പ്രതിസന്ധിയിൽ മാറ്റാൻ വേണ്ടി ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കെട്ടിട വാടകയിൽ മുകളിൽ GST ഏർപ്പെടുത്തിയത്. അത് പൂർണ്ണമായിട്ടും പിൻവലിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓൺലൈൻ വ്യാപാരം, ഈ ഓൺലൈൻ വ്യാപാരത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും നിസ്സാരമായിട്ടാണ് ഈ ഓൺലൈൻ വ്യാപാരം കടന്നു വരുന്നതാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് ചില കൺസൾട്ടൻറ്റിനെ നമ്മൾ കണ്ടപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് ചില പ്രധാനപ്പെട്ട സിറ്റികളിൽ 50,000-ന് മുകളിൽ സ്ക്വയർ ഫീറ്റ് സ്ഥലം ഗോഡൗണായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഒരു 10 കിലോ അരി 10 മിനിറ്റിനകത്ത് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ണൂർ പോലുള്ള ജില്ലകളിലും ഉടനെ വരും. ഇതിപ്പം എറണാകുളത്താണ് ഞങ്ങൾ കണ്ടത്. അവിടെ 30ഓളം സ്ഥലത്ത് അവർ ആൾറെഡി 50,000 സ്ക്വയർ ഫീറ്റ് സ്ഥലം എടുത്തു കഴിഞ്ഞു. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് വീട്ടിനകത്ത് എന്ത് സാധനം ആവശ്യമുണ്ടോ അത് 10 മിനിറ്റിനകത്ത് എത്തും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മേഖലയുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. കെട്ടിട വാടകയ്ക്ക് മുകളിൽ ചുമത്തിയ GST ഒഴിവാക്കുക, ഓൺലൈൻ വ്യാപാരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, ചെറുകിട വ്യാപാരികൾക്ക് കറണ്ട് ചാർജിൽ സബ്സിഡി ഏർപ്പെടുത്തുക, ചെറുകിട വ്യാപാരികൾക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഇവർ ഉന്നയിച്ചു. കണ്ണൂർ പുതിയ തെരുവിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം കത്തി നശിച്ച SS ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തെ പുനരുജ്ജീവിപ്പിക്കാൻ സംഘടനാ അംഗങ്ങളിൽ നിന്നും ശേഖരിച്ച തുക ഇന്നലെ കൈമാറിയതായും ഭാരവാഹികൾ പറഞ്ഞു. KV സുമേഷ് MLA തുക കൈമാറി. പുതിയ തെരു വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് P തിരുവനന്തപുരം, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സ്മിത്ത് പാലപ്പുറം തുടങ്ങിയവർ സംബന്ധിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി AV ജിതേഷ്, ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് SKP അബ്ദുൾ ഖാദർ, ട്രഷറർ OV ബഷീർ, V പ്രദീപ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.